വി ഡി സതീശൻ ഒരു രാഷ്ട്രീയ ഫ്രോഡാണെന്ന് പറയാൻ നിയമസഭയിലെ ഇന്നലത്തെ ഒറ്റ പ്രതികരണം മതി. പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള ആ സാമർഥ്യം നാട് കൃത്യമായി കാണേണ്ടതാണ്. ഇത്രയും മനുഷ്യർ കേട്ട, ഇത്രയും വാർത്താ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ ഇപ്പോഴും ലൈവായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളപ്പോൾ ഈ നാട്ടിലെ അത് കേട്ട മനുഷ്യരെല്ലാം എനിക്ക് വെറും തൈരാണ് എന്ന മനോഭാവത്തിൽ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ തൊലിക്കെട്ടി പലരും കണ്ടു കാണും. പക്ഷേ ഒന്നുകൂടി അത് കൃത്യമായി നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം ഇന്നലെ സഭയിൽ പറഞ്ഞ പ്രതികരണം, തൊട്ടടുത്ത് ഞാൻ അവനെന്നും ഇവനെന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അതേ പ്രതികരണവും കൂടി കേട്ടിട്ട് നിങ്ങൾ തിരികെ വരും. വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനെങ്ങനെ സങ്കടപ്പെടും. എന്റെ പിള്ളേരെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത് എമ്പതിയാണ്. കേട്ടല്ലോ, ഇവൻ എന്ന വാക്ക് തന്നെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ആവർത്തിച്ച് 2 തവണ. പ്രായം അവിടെ മാറി നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം എവിടെ നിന്നാണ് എടാ പിണറായി വിജയ എന്നും എടാ ഗോവിന്ദ എന്നൊക്കെ വിളിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ബഹുമാനം മറ്റുള്ളവരോട് പാടില്ല. ആരെയും അധിക്ഷേപിക്കുക, എന്നിട്ട് ഞാൻ ഒരു സംഭവമായി സ്വയം അടയാളപ്പെടുത്തുക, ഇതാണ് സതീശൻ പ്രയോഗിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലെ ഒരാൾ നിങ്ങളുടെ സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞ വാചകം ഇതുപോലെ പറഞ്ഞില്ല എന്ന് സകലരും കേട്ടതിന് ശേഷം പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് മതിപ്പുണ്ടാകുമോ? രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഏതിലുമായിക്കോട്ടെ, അതെ ഞാൻ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ലോകം മുഴുവൻ അവരുടെ ചെവിയാൽ കേട്ടതിനെ ഞാൻ പറഞ്ഞില്ല, ഞാനത് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ എത്രത്തോളം ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കേരള സമൂഹം ഒന്നടങ്കം എനിക്ക് വെറും തൈരാണ് എന്ന മനോഭാവമാണ്. എവൻ്റെയൊക്കെ മുന്നിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും, എനിക്കൊരു പ്രശ്നവും ഇല്ല. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ ക്വാളിറ്റിയാണോ ഇത്? കേരള ജനത ചിന്തിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനെങ്ങനെ സങ്കടപ്പെടും. എന്റെ പിള്ളേരെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത് എമ്പതിയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെയാണോ ഈ നാടിനെ നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടത് തെളിർമയുള്ള സ്വഭാവമാണ്. കയ്യിൽ ഇഷ്ടം പോലെ പണം പിരിവെടുത്ത് കൂട്ടി വച്ചിരിക്കുന്നതിനാൽ അത് കൊടുത്ത് വാഴ്ത്തുപാട്ടുകൾ പാടുന്നതിനപ്പുറം, അല്ലെങ്കിൽ പാടിപ്പിക്കുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഇയാൾ എന്താണെന്ന് പലപ്പോഴും തുറന്നു കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യേണ്ടതുമില്ല. ജാതി പ്രിവിലേജ് ഒപ്പമുള്ളതുകൊണ്ടും ഒരു കപട രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് തനിക്കെതിരായിട്ട് വരാനുള്ള ശബ്ദങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ സാമ്പത്തികം ഉപയോഗപ്പെടുത്തി തടയുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഈ നാട് ഭരിച്ചാൽ, പ്രതിപക്ഷത്തിരിക്കുമ്പോഴേ വ്യക്തിപരമായ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തി ഈ നാട് ഭരിക്കാൻ അവസരം കിട്ടിയാൽ എന്താകും? ചിന്തിക്കണ്ടേ? പറഞ്ഞത് പറഞ്ഞു എന്ന് തന്നെ തല ഉയർത്തി നിന്ന് പറയുന്നവനാണ് യഥാർത്ഥ സത്യസന്ധൻ, അല്ലെങ്കിൽ എസ്കേപ്പ് വീരനാണ്. സാഹചര്യത്തിനനുസരിച്ച് ഡയലോഗ് അടിക്കുക, പിടിക്കപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുക. നല്ലപോലെ കള്ളം ചെയ്യുന്ന വ്യക്തിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ടാണ് പറയുന്നത്, സതീശൻ ഒരു രാഷ്ട്രീയ ഫ്രോഡ് തന്നെയാണ്. നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും രാഷ്ട്രീയത്തിൽ പാടില്ല തന്നെ.